ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം പട്ട, കറാമ്പൂ, ഏലക്കായി, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വലിയ 2 സവാള അരിഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് സവാള ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇനി ഉള്ളി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിലേക്ക് 2 തക്കാളി, വലിയ തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാടി വരണം കേട്ടോ. ഇനി അപ്പോൾ ഇതാ ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മട്ടനാണ് ചേർക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പുതിനയുടെ ഇല, കുറച്ച് മല്ലിയില നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇപ്പോൾ ഇതവിടെ നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വിസിലടിക്കാം. നമ്മളിതിലൊരു 3 വിസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ കേട്ടോ. ചെറിയ മട്ടനായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിനി അത് ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങ, 1/2 മുറി തേങ്ങയാണ് കേട്ടോ. തേങ്ങ 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കറി ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയൊരു തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിനി അതങ്ങനെ ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് താളിച്ചൊഴിക്കുകയാണ്. വേറൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് താളിച്ചിട്ട് നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇലകൾ കൂടി മേലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മട്ടൻ കറി. നല്ല കിഡിലെ മട്ടൻ കറി ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.